അയില നല്ല പെടക്കണ അയില, നല്ല സിൽവർ അയിലയാണ് കേട്ടോ നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പോണത്. ഇവർക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ അയിലയാണ്. മത്തിയൊന്നും തീരെ താല്പര്യമില്ല കേട്ടോ. അയില ഇങ്ങോട്ട് വേവിച്ചിട്ട് അതിന്റെ ചോറുണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് അതിനേക്കാൾ ഇഷ്ടമുള്ള വേറെ ഒരു പരിപാടി ഇല്ല കേട്ടോ. അപ്പൊ അത് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വേഗം അതിന്റെ തലയൊക്കെ അങ്ങോട്ട് ഒരു പ്ലേറ്റിലാക്കിയിട്ട് വെച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പൊ അതാ വലിയ പൂച്ചക്കുട്ടികളൊക്കെ വന്നിട്ട് എടുത്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബബ്ലു കുട്ടനും തലയൊക്കെ ഒന്ന് എടുത്ത് കടിച്ചൊക്കെ നോക്കിയിട്ട് അവനതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാനൊരു പീസ് ഇങ്ങനെ മുറിച്ചിട്ട് 2 ചെറിയ കുട്ടികൾക്കും കൂടി കൊടുത്തു കേട്ടോ. നമ്മുടെ ചമ്പിക്കുട്ടിയുടെ കുട്ടി അവിടെ മുകളിൽ കിടക്കുകയാണ് കേട്ടോ. അവളിങ്ങനെ ഇറങ്ങി വരാ, അവളല്ല അവനാണ് കേട്ടോ. ഇറങ്ങി വരാറൊന്നും ആയിട്ടില്ല. ഇറങ്ങി വരാൻ തുടങ്ങി കഴിഞ്ഞാൽ ആളും കൂടി ഉണ്ടാവും കേട്ടോ അവിടെ. അപ്പൊ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് തൃപ്തിയാവാതെ ബാക്കിയുള്ള അയലയുടെ തലയും കൂടി ഇതാ ഓരോരുത്തർ വന്നിട്ട് ഈ ഗ്രില്ലിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് വാങ്ങിയിട്ട് പോവാണ് കേട്ടോ. ഞാനപ്പോൾ എന്താ ഈ കത്തി വെച്ച് കൊടുക്കണമെന്ന് അറിയാം. നമ്മുടെ കൈ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ കൈയിന്റെ പണി കഴിയട്ടോ. കൈ അങ്ങനെ ഒരു സർജറി ഒക്കെ കഴിഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഇതാ അങ്ങനെ തലയൊക്കെ കൊടുത്ത് 1 കിലോ അയലയുടെ തല മുഴുവൻ കഴിച്ചിട്ടും അവർക്ക് അവരുടെ ബഹളം വിശപ്പും ഒന്നും മാറണില്ല കേട്ടോ. അപ്പൊ എന്നാ ഞാൻ ഓരോ അയലയും കൂടി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഇതാ ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ കൊടുക്കണേ. അപ്പൊ കുറെ പേര് പറയും കേട്ടോ പച്ചമീൻ കൊടുക്കരുതേ പറയും. ചിലവർ പറയും പച്ചമീനൊക്കെ കൊടുത്തോളൂ, നന്നായി കഴുകി കൊടുക്കണേ, അതിന്റെ കുടലും കാര്യങ്ങളൊക്കെ കളഞ്ഞു കൊടുക്കണേ എന്നൊക്കെ പറയും കേട്ടോ. അപ്പൊ ഞാനെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി തന്നെയാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ. ഇതുവരെ എന്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിയിട്ട് ഒരു ഫുഡിന്റെ പ്രോബ്ലം വന്നിട്ട് എന്റെ പൂച്ചക്കുട്ടികൾക്ക് ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല കേട്ടോ. കാരണം അവർ എന്തൊക്കെയോ പിടിച്ച് തിന്നുണ്ടല്ലോ. പിന്നെ അമോണിയാണ് മീനിൽ അങ്ങനെയുള്ള പ്രോബ്ലം ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടല്ലേ കൊടുക്കണത്. കഴുകാതെ കൊടുക്കാൻ പാടില്ല കേട്ടോ. കഴുകാതെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം തന്നെയാണ് കേട്ടോ അവരുടെ വയറിന്. അപ്പൊ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ 1 മണിയാവണ സമയമാകുമ്പോൾ ഞാനിതാ മീനൊക്കെ വേവിച്ചിട്ട് അവർക്ക് അങ്ങനെ ചോറും കൊടുത്തു കേട്ടോ. എന്നാലാണ് കേട്ടോ അവരൊന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങുള്ളൂ. സംഭവം ആ 1 കിലോ അയലയുടെ തലയും മീനും ഒക്കെ അവർ കഴിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നാലും അവർക്ക് വിശപ്പ് അങ്ങനെ മാറിയില്ല. കുറേശ്ശേ കഴിക്കുള്ളൂ, പക്ഷെ നല്ല രുചിയിൽ കഴിക്കണം കേട്ടോ. അപ്പൊ ഇതാ ഊണൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മേക്കുട്ടിയും ബബിളുകുട്ടിയും കൂടി മുറ്റത്ത് കിടന്ന് ഉരുണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമായിട്ടോ ഈ പൂച്ചക്കുട്ടികളുടെ കളി കാണാൻ. നമ്മളിങ്ങനെ അറിയാതെ നോക്കിയിരുന്നു പോട്ടോ. അപ്പൊ അവിടെ ഊണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ ബാക്കിയുള്ള ചോറ് ഇതവിടെയൊക്കെ കൊടുന്ന് വെച്ചോട്ടോ. ഇനി ഇവരിങ്ങനെ കുറിഞ്ഞി പ്രസവിച്ചതല്ലേ ചമ്പിക്കുട്ടിയും, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ കുറേശ്ശെ കഴിക്കണം കേട്ടോ. പക്ഷെ അവർക്ക് എടുത്തു വെച്ച ചോറൊക്കെ നമ്മുടെ ബൊമ്മിക്കുട്ടി സൂത്രത്തിൽ വന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാനും പിന്നെ അറിഞ്ഞ ഭാവമൊന്നും നടിച്ചില്ല കേട്ടോ. ബൊമ്മിക്കുട്ടി ഒന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അവള് കഴിച്ചിട്ടാണ് ഇരിക്കണത്. അപ്പൊ ഇത് 5 മമ്മിക്കുട്ടി കൂടി ഭയങ്കര കളിയിലാണ് കേട്ടോ. ബൊമ്മിക്കുട്ടീനെ വെറുതെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു മൃഗം അറ്റാക്ക് ചെയ്യണം പോലെയൊക്കെ കാണിച്ചിട്ട്. ഇത് ബൊമ്മിക്കുട്ടിയുടെ വിചാരം എന്താണെന്ന് അറിയാം, 2 ചേച്ചിമാര് ബൊമ്മിക്കുട്ടിയുടെ സ്വന്തം ചേച്ചിമാരാണ്. ബൊമ്മിക്കുട്ടി നേരെ താഴെയുള്ള അനിയത്തിയാണ് എന്നൊക്കെയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും കൂട്ടാവുക, ഒരു മടിയും കാണിക്കരുത് കേട്ടോ. ബൈ.